ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു പയൽ റീഡിംഗ് ആണ്. അതിവിടെ സ്ക്രീനിൽ 2 പയൽസ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്, ഇതിനെക്കുറിച്ചുള്ള ഭഗവാന്റെ നിങ്ങൾക്കുള്ളൊരു സന്ദേശം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിലേക്കായിട്ട് നമ്മളിവിടെ 2 പയൽസ് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് പയലിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് ആ ഒരു വൈറ്റ് കളറാണ്. സെക്കൻഡ് പയലിന് കൊടുത്തിരിക്കുന്നത് ബ്ലൂ കളറാണ്. അപ്പോൾ ഈ 2 പയൽസിലേക്ക് നോക്കുമ്പോൾ നിങ്ങളെ പെട്ടെന്നൊരു കോൾ ചെയ്യുന്നത് ഏതാണ് എന്ന് വിചാരിച്ചാൽ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിറത്തിൻ്റെ ആ ഒരു രീതിയിൽ വേണമെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് പയൽ സെക്കൻഡ് പയൽ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഇഷ്ടമാണ്. പെട്ടെന്ന് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു കോള് വരുന്നത് ഏതിലാണ് എന്ന് നോക്കിയതിന് ശേഷം മാത്രം സെലക്ട് ചെയ്യുക. ഇനി ഒരു പയൽ കണ്ടു നോക്കിയ ശേഷം അതിലുള്ള സാഹചര്യങ്ങളും അല്ലെങ്കിൽ അതിൽ പറയുന്ന കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് സാമ്യം തോന്നുന്നില്ല എങ്കിൽ അടുത്തൊരു പയൽ കൂടി കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത ആ ഒരു പയലും അതുപോലെ അതിൽ വരുന്ന കാര്യങ്ങളും എല്ലാം നിങ്ങളായിട്ട് മാച്ച് ചെയ്തതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് മെസ്സേജായിട്ട് മാത്രം കരുതുക. അപ്പോൾ ഇവിടെ നിങ്ങൾ മറ്റെന്തെങ്കിലും ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് നിർത്തിവെച്ച് അല്പസമയം ഈ 2 പയലുകളും ഒന്ന് വളരെ ശ്രദ്ധാപൂർവ്വം നോക്കി നിങ്ങളെ കോൾ ചെയ്യുന്ന കാർഡ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പയൽ ചൂസ് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇവിടെ ആ ഒരു ഡിവൈൻ കാർഡായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫ്രീഡ് ഫ്രം അറ്റാച്ച്മെൻറ്റ്, ഫിയർ ആൻഡ് ആങ്കർ എന്നുള്ള കാർഡാണ്. അതായത് ഈ ഒരു കാർഡിൻ്റെ ആ ഒരു വിഷ്വൽസ്, ആ ഒരു ഇമേജും അതേപോലെ തന്നെ അതിൻ്റെ ഒരു ക്യാപ്ഷനും കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അതായത് ഈ ഒരു പയൽ ചൂസ് ചെയ്തവരുടെ ഉള്ളിൽ അനാവശ്യമായിട്ടുള്ള ഒരു ഏതോ കാര്യത്തിനെക്കുറിച്ചുള്ള ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു ഭയം, അങ്ങനെ എന്തോ ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ ഒരു സമനില തെറ്റിയ പോലത്തെ അവസ്ഥ, അല്ലെങ്കിൽ ഉള്ളിൽ അത്രത്തോളം ഒരു പെയിൻ അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ ഒരു കാര്യത്തിലും സന്തോഷത്തോടെ ഇടപെടാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ടാവില്ല. അപ്പോൾ ഇതുപോലത്തെ ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം വേണം. അതിൽ നിന്നുള്ള മോചനമാണ് നിങ്ങളുടെ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്കുള്ള ശാശ്വത പരിഹാരം എന്നാണ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ ഉണ്ടാകുന്ന ആ ഒരു ഭയം അല്ലെങ്കിൽ ഉത്കണ്ഠ, ഇതൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ഒരു അറ്റാച്ച്മെൻറ്റ് കാരണമാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് തന്നെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളെ ഇപ്പോഴുള്ള ഈ ഒരു അനാവശ്യമായിട്ടുള്ള ആദി, ഉത്കണ്ഠ, ഭയം, ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഒരു സമാധാനത്തോടെ പോലും നിങ്ങൾക്ക് ഇടപെടാൻ കഴിയാത്തൊരവസ്ഥ, ഈ ഒരു രീതിയിലേക്ക് എത്തിച്ചതെല്ലാം ഈ ഒരു അറ്റാച്ച്മെൻറ്റാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്ത് കടക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ തന്നെ വിചാരിക്കണം. അപ്പോൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ ഉത്തരം നിങ്ങളുടെ കൈകളിൽ തന്നെയുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ന് മോചനം ലഭിക്കുന്നോ അതോടുകൂടി നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും, അതിനെ തുടർന്നുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ആ ഒരു സന്ദേശം. ഇനി ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു സ്പ്രെഡിലേക്ക് പോവാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവുന്നൊരു കാര്യം, ഈ ഒരു പയൽ ചൂസ് ചെയ്ത വ്യക്തികൾ അത്രത്തോളം ഒരു ഹാർട്ട് ബ്രേക്ക് അനുഭവിക്കുന്ന വ്യക്തികളാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മറ്റൊരു വ്യക്തിയുടെയും കൂടി സാന്നിധ്യം വന്നതുകൊണ്ട് മാത്രം നിങ്ങളൊരു വല്ലാത്തൊരു ഹാർട്ട് പെയിൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അത്രത്തോളം ഒരു ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുള്ള വ്യക്തികളാണ്. ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു പെയിൻ ഉണ്ട്. ചിലവർ ആ ഒരു പെയിൻ അത്രത്തോളം സഫർ ചെയ്ത് ഒന്ന് പരുവപ്പെട്ട് വന്ന് കാണും. പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും ആ ഒരു പെയിനിൽ അടിമപ്പെട്ട് ഇപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റാതെ സ്റ്റക്കായി നിൽക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മറ്റെന്തിനേക്കാൾ ഉപരിയായിട്ട് സ്നേഹിച്ചിരുന്നു. അതുപോലെ തന്നെ ആ ഒരു ഷെയറിങ് എന്നുള്ളൊരു കാർഡ് പറയുന്നത് പോലും അതാണ്.
നിങ്ങൾക്ക് മറ്റാരെക്കാളും നിങ്ങൾ അവർക്കായിരിക്കും ഈ ലോകത്തിൽ ഏറ്റവും കൂടുതലൊരു സ്നേഹം കൊടുത്തിട്ടുണ്ടാവുക. ഇവിടെ ഷെയറിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ ചിന്തിക്കേണ്ടതും ആ ഒരു ലവ് ആണ്. അതിനുശേഷമാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കുണ്ടായിരുന്നത് എന്തും അവർക്ക് കൊടുക്കാനായിട്ട് നിങ്ങൾ സന്നദ്ധരായിരുന്നു. നിങ്ങളുടെ സ്നേഹം മാത്രമല്ല, നിങ്ങൾ ചിലപ്പോൾ അവരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അഡ്വൈസ് കൊടുത്തിട്ടുണ്ടാവാം. അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങളായിരിക്കാം അവർക്കൊരു താങ്ങും തണലുമായിട്ട് കൂടെ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ അത്രത്തോളം, നമ്മളെന്താ പറയുക, നമ്മൾ കൈവെള്ളയിൽ വെച്ചുകൊണ്ട് നടക്കുക എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾ ആ വ്യക്തികളെ കൊണ്ടു നടന്നിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ നമ്മളിതിൽ കാണുന്ന ആ ഒരു പ്രൊജക്ഷൻസ് എന്നുള്ള കാർഡ് വന്ന പോലെയാണ്. അതായത് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലൊരു മറ ഇടയിൽ വന്ന് വീണിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മളൊരു ചില്ലുപാത്രം ഇടയിൽ വെച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നു. നിങ്ങളുടെ ആ ഒരു പിക്ചർ തന്നെ ക്ലിയർ അല്ല, രണ്ടുപേർക്കും സംസാരിക്കാൻ കഴിയുന്നില്ല, ടച്ച് ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷേ രണ്ടുപേരും അവിടെ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് പരസ്പരം അറിയാം. അപ്പോൾ ആ ഒരു രീതിയിലൂടെ ആയിരിക്കണം ഇപ്പോൾ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാകുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് തീർത്തും നിങ്ങൾക്ക് ആ ഒരു നോ കോണ്ടാക്റ്റിലായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങളോട് വല്ലപ്പോഴും വന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും എന്താണ് ഇവർ നിങ്ങളോട് ഒരു അകൽച്ച കാണിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുഖം തരാതെ നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് ഒട്ടും സാധിക്കുന്നുണ്ടാവില്ല. കാര്യമൊക്കെ നിങ്ങൾക്കറിയാം, തേർഡ് പാർട്ടി അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പോലും എങ്ങനെ ഈ ഒരു പേഴ്സൺ ഇങ്ങനെ മാറിപ്പോയി. നിങ്ങളോട് ഒരുമിച്ച് അത്രയും നന്നായിട്ട് നിങ്ങൾ ആ ഒരു ഷെയറിംഗ് ഒക്കെ കൊടുത്ത് കൊണ്ടുപോകുന്ന പേഴ്സണ് എങ്ങനെ ഇതുപോലത്തെ ഒരു മാറ്റം സംഭവിച്ചു, എങ്ങനെ മുഖത്തടിക്കുന്ന പോലെ അവർക്ക് സംസാരിക്കാൻ കഴിഞ്ഞു എന്നെല്ലാം നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആ ഒരു റൈറ്റ്നെസ് എന്നുള്ള കാർഡ് പറയുന്നത് പോലും അതാണ്. അതായത് പലപ്പോഴും നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ വേവലാതിപ്പെടുന്നു, നിങ്ങൾ വല്ലാതെ പ്ലാൻ ചെയ്യുന്നു, നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് തന്നെ സ്ട്രഗിൾ ചെയ്യുന്നു. നിങ്ങളുടെ ആ ഒരു പഴയ സ്നേഹം നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് നിങ്ങളുടെ മനസ്സ് ഈ ഒരു സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം അതുതന്നെയാണ്. ഇപ്പം നമുക്കറിയാം, ആ ഒരു പഴം പഴുക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയമാകുമ്പോൾ അത് തനിയെ പഴുത്തോളും. നമ്മളതിനെ തല്ലി പഴുപ്പിക്കുക എന്ന് പറയില്ലേ, ആ ഒരു രീതിയിൽ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യം തന്നെ ഇവിടെ വരുന്നില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങളിവിടെ ഫ്യൂച്ചറിനെ കുറിച്ച് എന്തോരം പ്ലാൻ ചെയ്താലും അല്ലെങ്കിൽ എന്തോരം കാൽക്കുലേഷൻ വെച്ചാലും ആ ഒരു പഴയ സ്നേഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ബലം പിടിച്ച് അത് കിട്ടണം എന്ന് വിചാരിച്ച് അതിലേക്ക് എത്താവുന്ന എല്ലാ വഴികൾ തേടി നിങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞാലും നമുക്കൊരു ഫ്യൂച്ചർ വിധിച്ചിട്ടുണ്ട്, അതേ നടക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കടന്ന് ഇത്രത്തോളം സ്ട്രഗിൾ ചെയ്ത് കിട്ടാത്ത മുന്തിരി എന്ന് പറയുന്നത് പോലെ നമ്മളെ ഒരു എന്താ പറയുക, കരിവേപ്പിലാക്കിപ്പോയവർ, ഇവിടെ നമുക്ക് അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. ഈ ഒരു സ്പ്രെഡ് വെച്ച് നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അത്രത്തോളം ഒരു ഹാർട്ട് ബ്രേക്ക് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ആ ഒരു തേർഡ് പാർട്ടി മൂലം അത്രത്തോളം വേദനിച്ചിട്ടുള്ള വ്യക്തികളാണ്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ അതിനകത്ത് വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത്രയും ഒരു സഫർ ചെയ്ത് നമ്മൾ ഇതിനായിട്ട് തലപൊകിച്ച് നമ്മളുടെ എനർജി, അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക, നമ്മൾ ചെയ്യേണ്ട കടമകൾ, അല്ലെങ്കിൽ നമ്മളുടെ ജോലികൾ, നമ്മളുടെ സെൽഫ് വർത്ത്, ഇതെല്ലാം മറന്ന് ഇതിൽ തന്നെ നമ്മുടെ ഊർജ്ജം കളഞ്ഞ് നമ്മളിരിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചോയ്സ് നോക്കിപ്പോയിട്ടുള്ള വ്യക്തിയാണ്. അതായത് നിങ്ങളുടെ സ്നേഹം, അല്ലെങ്കിൽ അത്രയും നാൾ നിങ്ങൾ കൊടുത്തിരുന്ന ഒരു കരുതൽ, എഫേർട്ട്, ഇതൊന്നും കണ്ടില്ല എന്ന് നടിച്ച് അവർക്ക് ഏറ്റവും മെച്ചമായിട്ട് തോന്നുന്ന, അല്ലെങ്കിൽ ഏറ്റവും അനുകൂലമായിട്ട് അവർക്ക് എന്താണ് എന്ന് തോന്നുന്ന ഒരു വഴിയിലൂടെയാണ് അവരിവിടെ സഞ്ചരിച്ചു പോയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ ചെയ്യേണ്ടത്, നമുക്കിവിടെ വന്നിരിക്കുന്ന ആ ഒരു കണ്ടീഷനിങ് കാർഡ് പറയുന്നത് പോലെ, നിങ്ങളിപ്പോൾ കരഞ്ഞ് വിഷമിച്ച് ഒന്നിനും കഴിവില്ല എന്നുള്ള രീതിയിൽ ആ ഒരു ആട്ടിൻകുട്ടിയുടെ ഇമേജിലാണ് നിങ്ങളിരിക്കുന്നത്. നിങ്ങൾ തന്നെ ചിലപ്പോൾ കരുതുന്നുണ്ടാവാം നിങ്ങളൊന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ എന്നെ കൊള്ളാഞ്ഞിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക, എൻ്റെ പിടിപ്പുകേടാണ്, അങ്ങനെയുള്ള രീതിയിലൊക്കെ നിങ്ങൾ തന്നെ ചിലപ്പോൾ സ്വയം വില കുറച്ച് നിങ്ങളെ കണ്ടേക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ നിന്ന് മാറി നിങ്ങളുടെ യഥാർത്ഥ സത്വം പുറത്ത് കൊണ്ടുവരൂ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഇതിൽ നിന്നുള്ള ഓരോ കാർഡും പറഞ്ഞു തരുന്നത്. ആ ഒരു കാര്യങ്ങളാണ്. ഇവിടെയുള്ള മറ്റൊരു പ്രധാന കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, എപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു മെമ്മറീസ് വന്നുകൊണ്ടിരിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മനഃപൂർവ്വം വേണ്ട, ഞാനിനി ചിന്തിക്കില്ല, അല്ലെങ്കിൽ ആ വഴി പോവില്ല എന്ന് വെച്ചാൽ പോലും നിങ്ങൾക്ക് ഇത് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം ഒരിക്കൽ ഈ ഒരു പേഴ്സണ് നിങ്ങൾ കൊടുത്ത സ്നേഹം, അതുപോലെ തന്നെ അവർ നിങ്ങൾക്ക് തിരിച്ചു തന്ന ഒരു സ്നേഹവും കരുതലും നിങ്ങളെ കൈപിടിച്ച് ഉയർത്തിയിട്ടുണ്ടാവുന്നത് ചിലപ്പോൾ ഈ ഒരു പേഴ്സണായിരിക്കാം. അപ്പോൾ ആ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു സന്തോഷമാണ് ഇപ്പോഴും നിങ്ങൾ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുഖം തരാതെ നടന്നിട്ടും നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പഴയ റിലേഷൻഷിപ്പാണ്.
ഇപ്പോഴും നിങ്ങൾ പ്രസൻറ്റിലേക്ക് വന്നിട്ടില്ല. നിങ്ങളുടെ മനസ്സ് മുഴുവൻ അന്ന് സംഭവിച്ച ആ ഒരു നിങ്ങളുടെ മനസ്സിന് സന്തോഷം തന്ന കാര്യങ്ങൾ അത് തന്നെ വീണ്ടും വരണം. അതിൻ്റെ തന്നെ ഒരു ക്ലോണിങ് എന്ന് പറയുന്ന പോലെ അതാണ് നിങ്ങളിവിടെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കാലം മാറുന്നതിനനുസരിച്ച് നമ്മളുടെ ബന്ധങ്ങളാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ആളുകളാണെന്നുണ്ടെങ്കിലും മാറും എന്നുള്ളൊരു വസ്തുത നിങ്ങൾ അംഗീകരിക്കുന്നില്ല. സ്റ്റിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സന്തോഷകരമായിട്ടിരുന്ന ഒരവസ്ഥ എന്തായിരുന്നോ അത് തന്നെ എന്ന് നിങ്ങൾക്ക് കിട്ടണമെന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഇവിടെ നിങ്ങൾ ആദ്യമേ ഒഴിവാക്കേണ്ടത്. വ്യക്തികളും സാഹചര്യങ്ങളും എല്ലാം എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഒന്നും ശാശ്വതമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഇതിനകത്ത് നിങ്ങൾക്ക് വരുന്നതായിട്ടുള്ളൂ. അതായത് ആ ഒരു അവെയർനെസ്സാണ് ഇവിടെ വന്നിരിക്കുന്ന. ആ ഒരു അവെയർനെസ് കാർഡ് പറയുന്ന പോലെ ഇതാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. എന്നും എപ്പോഴും എല്ലാം ഒരേപോലെ ആയിരിക്കില്ല. ഇപ്പോൾ നിങ്ങൾക്ക് വരുന്ന ദുഃഖവും അല്ലെങ്കിൽ ആ ഒരു മാനസിക വ്യതയും തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെയല്ല. കുറേ നാൾ കഴിയുമ്പോൾ ഇതിന് മാറ്റം വരും എന്നുള്ളത് മനസ്സിലാക്കുക. അതേപോലെ അന്നൊരിക്കൽ ആ ഒരു വ്യക്തി സ്നേഹിച്ചിരുന്നു. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ ഒരു പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കണമെന്ന് വിചാരിക്കുന്നത് ആ രീതിയിൽ അവർ നിങ്ങളെ കെയർ ചെയ്തിട്ടുണ്ടാവും, നിങ്ങളെ നോക്കിയിട്ടുണ്ടാവും. അത് തന്നെ എപ്പോഴും കിട്ടണമെന്ന് വിചാരിച്ച് അതിൻ്റെ പിന്നാലെ നടക്കുന്നത് ഒഴിവാക്കൂ എന്നുള്ളതാണ് ഇവിടെയുള്ള മിക്ക കാർഡ്സിൻ്റെയും ഒരു മീനിങ് നമുക്കായിട്ട് പറഞ്ഞു തരുന്നത്. ആ ഒരു ഒറാക്കിളിൻ്റെ മീനിങ് എന്ന് തന്നെ പറയാം. നിങ്ങളെ ഒന്ന് ഗൈഡ് ചെയ്യാനായിട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ തന്നെ വരുന്നതാണ്. അതുപോലെ ഇവിടെ ലാസ്റ്റായിട്ട് വന്നിരിക്കുന്നത് ബ്രേക്ക് ത്രൂ എന്നുള്ള കാർഡാണ്. അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ആ ഒരു ബ്രേക്ക് ത്രൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ജസ്റ്റിസ് അത് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവും എന്നുള്ളതാണ്. 100% ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു നീതി നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. നിങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യമാണോ ഒരു ബ്രേക്ക് ഡൗണിലേക്ക് നിങ്ങളെ കൊണ്ട് എത്തിച്ചത്, അല്ലെങ്കിൽ നല്ല സ്മൂത്തായിട്ട് ഓടിപ്പോയിരിക്കുന്ന ഒരു വണ്ടി പെട്ടെന്ന് നിന്ന് പോകുന്ന പോലെയാണ് നിങ്ങളുടെ ലൈഫ് നിന്ന് പോയത്. അപ്പോൾ ഏത് കാര്യമാണോ നിങ്ങൾക്കൊരു ബ്രേക്ക് ഡൗൺ വരുത്തിയത്, നാളെ അത് തന്നെയാണ് നിങ്ങൾക്കുള്ളൊരു ബ്രേക്ക് ത്രൂ ആയിട്ട് മാറാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചിലപ്പോൾ വലിയ വലിയ അച്ചീവ്മെൻറ്റ്സ് അല്ലെങ്കിൽ നിങ്ങൾ സഞ്ചരിക്കുന്ന പുതിയ വഴികൾ എല്ലാം ഈ ഒരു വേദനയിൽ നിന്നുള്ളൊരു പാഠം ഉൾക്കൊണ്ടിട്ടാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ അർഹിക്കുന്നൊരു നീതി നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഈ ഒരു പയൽ ചൂസ് ചെയ്തവരിൽ പലരും, ഭൂരിഭാഗം ആൾക്കാരും ചിലപ്പോൾ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള റീകൺസിലിയേഷനേക്കാൾ ഉപരിയായിട്ട് ഇവർ നിങ്ങളോട് ചെയ്തു പോയ തെറ്റിന് മാപ്പ് പറയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ഇതിൻ്റെ ഒരു സ്പ്രെഡ് കണ്ടപ്പോൾ അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്, അല്ലെങ്കിൽ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അവർ നിങ്ങളോട് വന്ന് ക്ഷമ പറയാം. നിങ്ങളെ വേദനിപ്പിച്ചതിന്, നിങ്ങൾ ഇത്രത്തോളം പുച്ഛിച്ച് തള്ളിയതിന് അവരുടെ ഭാഗത്ത് നിന്ന് മനസ്സറിഞ്ഞൊരു ക്ഷമ കിട്ടാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കതുണ്ടാവും. അതുണ്ടാവുമെന്ന് മാത്രമല്ല, നിങ്ങൾ വേദനിപ്പിച്ചതിന് ആ ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന കർമ്മ അല്ലെങ്കിൽ തിരിച്ചടി നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നെ എത്രത്തോളം വേദനിപ്പിച്ച് ചതിച്ചിട്ട് അവരിപ്പോഴും സന്തോഷമായിട്ട് നടക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയല്ല, അതിനുള്ള കർമ്മ അവരനുഭവിക്കും. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഫസ്റ്റ് പയൽ ചൂസ് ചെയ്തവരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അർഹിക്കുന്നൊരു നീതി നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് വിചാരിച്ചിട്ട് നിങ്ങൾ റീകൺസിലിയേഷൻ നടത്തി പഴയതുപോലെ പോകും എന്നുള്ളത് അതിനർത്ഥമില്ല. കുറച്ച് പേർക്ക് അത് കിട്ടിയേക്കാം. എങ്കിലും കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു സ്പ്രെഡ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കുള്ളൊരു നീതിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അതായത് നിങ്ങളെ വേദനിപ്പിച്ചതിനുള്ളൊരു തിരിച്ചടി ഡിവൈൻ അവർക്ക് കൊടുക്കും എന്നുള്ളതാണ്. അതവർ റിയലൈസ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ക്ഷമാപണം അവരിൽ നിന്ന് കിട്ടും. മനസ്സറിഞ്ഞ് ചെയ്തു പോയ തെറ്റുകൾക്ക് അവർ പശ്ചാത്താപിക്കുന്ന ഒരവസ്ഥയുണ്ടാവും. അത് നിങ്ങൾക്ക് അറിയാനും കഴിയും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഈ ഒരു ഫസ്റ്റ് പയൽ ചൂസ് ചെയ്തവർക്കുള്ള റീഡിങ്. അപ്പോൾ ഇതാണ് സെക്കൻഡ് പയൽ ചൂസ് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇവിടെ ആ ഒരു മെയിൻ കാർഡ്, അതായത് ആ ഒരു ഡിവൈൻ അഡ്വൈസ് എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഡിറ്റർമിനേഷൻ എന്നുള്ള കാർഡാണ്. അപ്പോൾ ഡിറ്റർമിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദൃഢനിശ്ചയം. അതായത് ഈ ഒരു പയൽ ചൂസ് ചെയ്തവർ നിങ്ങളുടെ ആ ഒരു ഓവറോൾ എനർജി എടുത്ത് നോക്കുമ്പോൾ, നമ്മളിത് റിലേഷൻഷിപ്പ് വൈസ് ആണ് നോക്കുന്നതെങ്കിൽ പോലും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസിലൂടെ കടന്നു വന്നിട്ടുള്ള വ്യക്തികളാണ്. അത് ഈ ഒരു റിലേഷൻഷിപ്പ് മാത്രമായിരിക്കില്ല, വേറെ പല ദുരനുഭവങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾ ഒരുപാട് പരുവപ്പെട്ട് അല്ലെങ്കിൽ ഒരുപാട് കടമ്പകളിലൂടെ കടന്നു വന്നിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. അപ്പോൾ ഓരോ തവണ പരീക്ഷണങ്ങൾ നേരിടുമ്പോഴും നിങ്ങളതൊക്കെ അതിജീവിച്ച് മുൻപോട്ട് പോയിട്ടുണ്ട്. ഇനിയും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് നിങ്ങൾ ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ടാവാം.
നിങ്ങൾ വീണ്ടും സധൈര്യം മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഇപ്പോഴും നിങ്ങളുടെ ആ ഒരു ലൈഫ്, അത് നമുക്ക് ഇവിടെയുള്ള മറ്റുള്ള കാർഡ്സും കൂടി നോക്കുമ്പോൾ അറിയാൻ പറ്റും. നിങ്ങളൊരു ട്രാൻസ്ഫർമേഷൻ പീരീഡിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു എന്താ പറയുക, ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും നാൾ നിങ്ങൾ നേരിട്ട പ്രശ്നങ്ങളെക്കാൾ മാനസികമായിട്ട് നിങ്ങൾക്ക് അത്രയധികം ഒരു ദുഃഖം, അല്ലെന്നുണ്ടെങ്കിൽ അതിജീവിക്കാൻ കഴിയുമെന്ന് തന്നെ നിങ്ങൾക്ക് തോന്നാത്ത ഒരു കാലഘട്ടമായിരിക്കും തീർച്ചയായിട്ടും ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീണ്ടും ഈ ഒരു പീരീഡ് അല്ലെങ്കിൽ ഈ ഒരു സമയം അതും അതിജീവിച്ച് മുന്നോട്ട് പോവേണ്ടത് തന്നെയാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ സാധാരണ വിളക്ക് കത്തിച്ച് വെക്കുന്നത് അവിടെ ഒരു പ്രകാശം ലഭിക്കാനാണ്. പക്ഷേ അത് ഒരുപാട് കാറ്റുള്ളൊരു സ്ഥലത്താണ് കൊണ്ടത് വെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് കെട്ടുപോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ എത്ര കത്തിക്കുന്നോ അത്രയും അത് കെട്ടുപോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഉള്ളിലൊരു ഫയർ ഉണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു ഫയർ ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളിപ്പോൾ ഏത് സ്ഥലത്താണോ നിൽക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് ജീവിച്ചിരിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു പ്രേരണ തോന്നുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഫയർ തന്നെയാണ്. പക്ഷേ പലപ്പോഴും നിങ്ങളുടെ ചിന്തകളാകുന്ന ആ ഒരു കാറ്റ് കൊണ്ട് തന്നെയാണ് അത് ആ ഒരു ഫയർ കെട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം വന്ന് ആ ദൃഢനിശ്ചയത്തോടു കൂടി മുന്നോട്ട് പോകൂ. നിങ്ങളുടെ ഈ ഒരു പരീക്ഷണ കാലഘട്ടം കഴിഞ്ഞ് തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ഒരു സമൃദ്ധി നിങ്ങൾക്ക് ഉറപ്പായും വരും എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതാണ് ഇവിടെയുള്ള ആ ഒരു ഡിവൈൻ ഗൈഡൻസ് മെസ്സേജായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് മറ്റുള്ള ആ ഒരു കാർഡുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ആ ഒരു ട്രാൻസ്ഫർമേഷൻ കാർഡ് തന്നെയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലൊരു ടേണിംഗ് പോയിൻ്റ് ആയേക്കാവുന്ന അല്ലെങ്കിൽ അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ആ ഒരു ജീവിതത്തെ പിടിച്ചൊന്ന് കുലുക്കി എന്ന് പറയുന്ന പോലെ നമ്മൾ വളരെ സ്റ്റേബിളായിട്ട്, പ്രത്യേകിച്ച് വലിയ ഉയർച്ച താഴ്ചകളില്ലാതെ അങ്ങനെ അങ്ങ് പോകുമായിരുന്നു. വലിയ തട്ടും മുട്ടും കേടുപാടും ഇല്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഇടുത്തി വന്ന് വീഴുക എന്ന് പറയുന്ന പോലെ അങ്ങനെയുള്ളൊരു ഇൻസിഡൻ്റാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അനുഭവിച്ച ആ ഒരു തകർച്ച അത് വളരെയധികം പെയിൻഫുള്ളായിട്ടുള്ളതാണെന്ന് നമുക്കിവിടെ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ അത് അൺഎക്സ്പെക്റ്റഡും ആയിരുന്നു. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അത് നിങ്ങളുടെ ആരും ആയിക്കൊള്ളട്ടെ, ലവറോ അല്ലാന്നുണ്ടെങ്കിൽ ഹസ്ബൻഡോ വൈഫോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തിയോ അല്ലെങ്കിൽ സുഹൃത്തോ ആരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇതുപോലെ, അതായത് നമ്മൾ പിന്നിൽ നിന്ന് കുത്തുക എന്ന് പറയുന്നത് പോലെ ഇതുപോലെയുള്ള ഒരു സംഭവം ഇവരിൽ നിന്ന് നിങ്ങൾ കേൾക്കേണ്ടി വരും എന്ന് നിങ്ങൾ ചിലപ്പോൾ കരുതിയിട്ടുണ്ടാവില്ല. കാരണം ഈ ഒരു ഫയൽ ചൂസ് ചെയ്തവരുടെ ഒരു രീതി വെച്ചിട്ട് നിങ്ങൾ അത്രത്തോളം ഈ ഒരു വ്യക്തിയെ വിശ്വസിച്ചിട്ടുണ്ടാവണം. ഇവരിൽ നിന്ന് ഇങ്ങനൊരു അനുഭവം ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക്, അതാണ് ഞാൻ പറഞ്ഞത്, അത്രത്തോളം അൺഎക്സ്പെക്റ്റഡ് ആണ്. ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഓർക്കാപ്പുറത്ത് കിട്ടിയ ഒരു അടി എന്ന് പറയുന്ന രീതിയിലാവാനാണ് സാധ്യത. ഇവിടെ നമുക്ക് ആ ഒരു കാർഡ്സിൻ്റെ രീതി നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു മുകളിലത്തെ ലെയറിൽ വന്നിരിക്കുന്ന ആ ട്രാൻസ്ഫർമേഷൻ, തണ്ടർബോൾട്ട്, അതേപോലെ തന്നെ കംപ്ലീഷൻ, ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഘട്ടങ്ങളാണ്. അതായത് എല്ലാം മേജർ ആർക്കാന കാർഡ്സാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ അത് വന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഇതെല്ലാം നിങ്ങൾ അനുഭവിച്ചേ തീരൂ എന്നുള്ളതാണ്. ആ ഒരു തണ്ടർബോൾട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കാം. അതുപോലെ തന്നെ ആ ഒരു ട്രാൻസ്ഫർമേഷൻ, നിങ്ങളുടെ ഒരു പ്രസൻറ്റ്, നിങ്ങളിപ്പോൾ എന്തിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ആ ട്രാൻസ്ഫർമേഷൻ. തീർച്ചയായിട്ടും അതിനൊരു കംപ്ലീഷൻ, പൂർണ്ണത വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഏത് കാര്യമാണോ നിങ്ങളെ പിടിച്ചൊലച്ചത്, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ എല്ലാം ചോർത്തിയെടുത്തുകൊണ്ട് പോയത് എന്താണോ അതെല്ലാം അവസാനിച്ച്, അല്ലെങ്കിൽ ആ ഒരു കഴിഞ്ഞ നിങ്ങളെ മാനസികമായിട്ട് വേദനിപ്പിച്ചിരുന്ന ആ ഒരു കാലഘട്ടം അവസാനിച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പുതിയ ലൈഫ് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നേരിട്ട ആ ഒരു ദുരനുഭവങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച വിഷമങ്ങൾ, ഇതൊന്നും പറയാൻ പോലും ആരുമില്ലാതെ നിങ്ങൾ ചിലപ്പോൾ വിഷമിച്ചിട്ടുണ്ടാവാം. അത്രത്തോളം സപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. കാരണം നമ്മൾക്ക് എന്തൊരു പെയിൻ വരുമ്പോഴും കുറച്ച് റിലാക്സേഷൻ കിട്ടുന്നത് തീർച്ചയായിട്ടും അത് മറ്റൊരാളോട് ഷെയർ ചെയ്യുമ്പോഴാണ്. നമ്മളുടെ മനസ്സിൻ്റെ ദുഃഖം പങ്കുവെക്കാനായിട്ട് ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് അതൊരടുത്തൊരു സുഹൃത്താണെങ്കിൽ പോലും അത്രത്തോളം ആശ്വാസമുള്ള കാര്യമാണ്. ആരോടെങ്കിലും പറയുമ്പോൾ കുറച്ചൊരു റിലാക്സേഷൻ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെയൊന്നും പറയാൻ പോലും ഒരാളുണ്ടാവില്ലായിരിക്കും. ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും അല്ലെങ്കിൽ ഇതിൻ്റെ ശരി തെറ്റുകളെല്ലാം നിങ്ങളുടെ തലയിൽ തന്നെയായിരിക്കും വന്ന് വീണിട്ടുണ്ടാവുക. അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ആരുമില്ല. അപ്പോൾ ഒറ്റയ്ക്ക് ആ ഒരു പെയിൻ അനുഭവിച്ച്
പരുവപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന ഒരു മനസ്സാണ് നിങ്ങളുടേത്. ഇവിടെ നമുക്ക് ആ ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്നുള്ളൊരു കാർഡ് കിട്ടിയതുപോലെ തന്നെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ. ഒരുപാട് പേര് ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിലുണ്ടായിട്ട് പതിയെ മാറാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവാം. തീർച്ചയായിട്ടും ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, ഈ ഒരു പൈല ചൂസ് ചെയ്തവർക്ക് അതിനുള്ളൊരു കഴിവുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ദുരനുഭവങ്ങളിലൂടെ കടന്നു വന്ന് ധൈര്യപൂർവ്വം മുന്നോട്ട് പോയിട്ടുള്ള വ്യക്തികളാണ്. പക്ഷേ ഇത്രത്തോളം നിങ്ങൾ ഒരു കാഠിന്യം അനുഭവിച്ചിട്ടുണ്ടാവില്ല. എങ്കിലും നിങ്ങൾക്ക് ഇതും തരണം ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നിങ്ങൾ പതിയെ, നമ്മൾ ബേബി സ്റ്റെപ്സ് എന്ന് പറയുന്നത് പോലെ അടിവെച്ച് നിങ്ങൾ മുന്നോട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇപ്പോഴും ഈ ഒരു തകർച്ചയിൽ തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കേണ്ടുന്ന ഒരാവശ്യമുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്കതിന് സാധിക്കും. നിങ്ങൾക്കതിനുള്ളൊരു ഫയർ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഞാൻ ആ ഒരു എക്സാമ്പിൾ പറഞ്ഞതുപോലെ ആ ഒരു കാറ്റായിട്ട് വന്ന് നിങ്ങളുടെ ഫയർ കെടുത്തിക്കളയുന്നത് നിങ്ങളുടെ ചിന്തകൾ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം. അല്ലെങ്കിലും ഭൂരിഭാഗം പേര് അത് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളിതിൽ നിന്ന് ആ ഒരു ഗോയിങ് വിത്ത് ദ ഫ്ലോ പോലെ തന്നെ കാലത്തിനനുസരിച്ച് സഞ്ചരിക്കാം. ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു, ഇനി വരുന്നത് പോലെ വരട്ടെ എന്ന് വിചാരിച്ച് പോകാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും ഒക്കെ ഒരു പെയിൻഫുള്ളായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ കഴിഞ്ഞു പോയ വ്യക്തികളായതുകൊണ്ടായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത്രത്തോളം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് പെയിൻ സഹിച്ചിട്ടുള്ള വ്യക്തികളാണ്. പല കാര്യങ്ങൾക്കും പല പ്രായത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ലാസ്റ്റ് റോയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സപ്രഷന് ശേഷം ഇന്നസെൻസ് വരുന്നുണ്ട്. അതേപോലെ അബൻഡൻസ്, ലാസ്റ്റ് വന്നിരിക്കുന്നത് ഹാർമണി എന്നുള്ള കാർഡാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഇന്നസെൻസ് കാർഡ് പറയുന്നത് പോലെ നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾ ഈ വേദനിപ്പിച്ച കാര്യങ്ങൾ, നിങ്ങളുടെ ആ ഒരു മനസ്സിൻ്റെ മുറിവ് നിങ്ങൾ ഉണക്കേണ്ട അത്യാവശ്യമുണ്ട്. നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് കളയുക എന്നുള്ളതാണ്. നിങ്ങൾ ഏത് കാര്യമാണോ നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ പെയിൻഫുള്ളാക്കി വെച്ചുകൊണ്ടിരുന്നത് അത് നിങ്ങൾ ഒഴിവാക്കി കളയുക. അത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് തന്നെ ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം എന്നുള്ളതാണ്. അപ്പോഴാണ് നിങ്ങൾ ഈ ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡ് കവർ ചെയ്ത് വരാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാവുക. അപ്പം നമുക്കിങ്ങനെ ഓരോരോ പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ഓഫ് കോഴ്സ് നമ്മൾ പറയാറുണ്ട് നമ്മളുടെ പാസ്റ്റ് ലൈഫ് കർമ്മേനെ ബേസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. പിന്നെ അതുകൂടാതെ നമ്മൾ ഈ ഒരു ജന്മത്തിൽ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ അതും നമുക്ക് പ്ലസ് ആണെങ്കിൽ പ്ലസ് പോയിൻ്റ് ആയിട്ട് വരും. അല്ല നമ്മൾ തെറ്റുകൾ തന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നെഗറ്റീവുകളും നമുക്ക് വരും. അപ്പോൾ ഇവിടെ ഈ ഒരു പരീക്ഷണ കാലഘട്ടം കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതിനെ അതിജീവിച്ച് വന്നിട്ടുണ്ടാവണം. നിങ്ങളതിൽ കിടന്ന് സഫർ ചെയ്ത് കണ്ണീര് കുടിക്കുന്നിടത്തോളം കാലം നമ്മളുടെ ആ ഒരു സഫറിങ് പീരീഡും കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് പതിയെ ലെറ്റ് ഗോ ചെയ്ത്, പഴയ കാര്യങ്ങളെ ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. അതുപോലെ നമുക്കറിയാം ഇന്നസെൻസ് എന്ന് പറയുമ്പോൾ നിഷ്കളങ്കത, ഇതെല്ലാം നമുക്ക് ഉണ്ടായിരുന്നത് നമ്മുടെ ബാല്യത്തിലാണ്. ആ ഒരു സമയത്താണ് എല്ലാവരും കൂടുതൽ നിഷ്കളങ്കരായിട്ട് ഒന്നും അറിയാത്ത, നമ്മളൊരു പുതിയ ലോകത്തേക്ക് വന്നിട്ടേ ഉള്ളൂ. നമുക്ക് പ്രത്യേകിച്ച് ഒന്നിനെക്കുറിച്ചും തിരിച്ചറിവില്ല. സുഖം ഏതാണ് ദുഃഖം ഏതാണ് ഒന്നും അറിയാൻ പാടില്ല. അപ്പോൾ നമ്മളെല്ലാവരും വളരെ നിഷ്കളങ്കരായിരുന്ന വ്യക്തികളാണ്. പിന്നീട് ഓരോ വയസ്സ് നമ്മൾ കൂടി നമുക്കുള്ള ലോകപരിചയം കൂടും തോറും നമ്മളുടെ ആ ഒരു നിഷ്കളങ്കതയും നൈർമല്യവും നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, നിഷ്കളങ്ക ബാല്യം എന്നൊക്കെ പറയുന്ന പോലെ നമ്മളുടെ ആ ഒരു മനസ്സിലേക്ക് നമ്മൾ തിരിച്ചു വരേണ്ട ആവശ്യമുണ്ട്. എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവായിട്ട് നോക്കിക്കാണാനും അതേപോലെ തന്നെ നമ്മളുടെ ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ട്. പല കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം മാറ്റി നമ്മൾ ആ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ആ ഒരു നിഷ്കളങ്കതയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അത്രത്തോളം ഒരു മനസ്സമാധാനത്തോടെ ഇരിക്കാനായിട്ട് നമ്മുടെ ലൈഫിന് എല്ലാ കാര്യങ്ങളും ഒന്ന് സില്ലിയായിട്ട് കാണാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ്. ഇനി ഇവിടെ ലാസ്റ്റ് വന്നിരിക്കുന്ന 2 കാർഡുകൾ അബണ്ടൻസ് ആൻഡ് ഹാർമണിയാണ്. ഈ ഹാർമണി എന്നുള്ള കാർഡിൻ്റെ മുകളിൽ തന്നെയാണ് ആ ഒരു കംപ്ലീഷനും വന്നിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, ദുഃഖങ്ങൾ ഇതെല്ലാം മാറി ആ ഒരു പൂർണ്ണത കൈവരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഏത് വ്യക്തിയുടെ കൂടെ ചേരാനാണോ ആഗ്രഹിച്ചിരുന്നത്, അല്ലെങ്കിൽ ഏത് വ്യക്തിയിൽ നിന്നാണ് നിങ്ങൾക്ക് ഇത്രയും ഒരു കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ ഇതുവരെ സഹിക്കാൻ പറ്റാത്ത വേദനകളൊക്കെ തന്നിട്ടുള്ളത്, ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഇനി ഒരു നേട്ടമാണ് ഉണ്ടാവാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അവരിൽ നിന്നൊരു സന്തോഷപൂർണ്ണമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റോടു കൂടി, വെറുതെയുള്ളൊരു റിലേഷൻഷിപ്പല്ല, നിങ്ങൾ എങ്ങനെയായിരുന്നു, എത്രത്തോളം ശക്തമായിട്ടുള്ളൊരു ബന്ധമായിരുന്നു നിങ്ങളുടെ പണ്ടുണ്ടായിരുന്നത്, അതേപോലെയുള്ളൊരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ വീണ്ടും വരും എന്നുള്ളതാണ്. പക്ഷേ അതിന് നിങ്ങളുടെ ഈ ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡ് കഴിയേണ്ടുന്ന ഒരു അത്യാവശ്യമുണ്ട്. അപ്പോൾ ട്രാൻസ്ഫർമേഷൻ പീരീഡിൻ്റെ ആ ഒരു ദൈർഘ്യം കുറയ്ക്കാനാണ് അതിന് വേണ്ടിയാണ് പറഞ്ഞത് നമ്മൾ പതിയെ ഹീലായിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കഴിഞ്ഞ കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് കളയാനുള്ള ഒരു മനസ്സ് നമുക്ക് വരിക എന്നുള്ളത്.
നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമായിരിക്കും, ചില വ്യക്തികൾക്ക് അവരുടെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ലഭിക്കും. അതായത് അവർ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരില്ല, അവരുടെ ഒരുപാട് എഫേർട്ട് എടുക്കാതെ തന്നെ കയ്യിൽ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുന്നത് പോലെ അവർക്ക് കാര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് വരും. പക്ഷേ കുറേ ആളുകൾക്ക് എത്ര കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും റിസൾട്ട് കിട്ടാൻ വൈകും. അവരെത്രത്തോളം നമ്മളിങ്ങനെ എന്താ പറയുക, ഒരു കയറിൽ തൂങ്ങി മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നത് പോലെ എത്ര കയറാൻ ശ്രമിക്കുന്നോ കൈവഴുതി വീണ്ടും താഴേക്ക് പോകും, പിന്നെയും കയറാൻ നോക്കും, പിന്നെയും പോകും. അങ്ങനെ അവർ സഫർ ചെയ്ത് വയ്യാണ്ടായിട്ടുണ്ടാവും. അപ്പം നമ്മൾ തന്നെ വിചാരിക്കും, എന്തുകൊണ്ടാണ് ചിലവർക്കെല്ലാം പെട്ടെന്ന് കിട്ടുന്നത്, നമുക്ക് മാത്രം എത്ര കഷ്ടപ്പെട്ടാലും സ്ട്രഗിൾ ചെയ്താലും, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു 2 ദിവസം സന്തോഷിച്ചാൽ പിന്നെ 2 വർഷത്തേക്ക് കരയാനുള്ള കാര്യങ്ങൾ വന്നു ചേരും. അപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് ഉണ്ടാവണം എന്നുള്ളതാണ്. ഒന്നും വെറുതെ ഈ ഒരു യൂണിവേഴ്സിൽ സംഭവിക്കുന്നില്ല. ഓരോ കാര്യം നടക്കുന്നുണ്ടെങ്കിലും അതിൻ്റേതായ ഒരു നീതി യൂണിവേഴ്സ് കാണിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് തിരിച്ചറിഞ്ഞുകൂടാന്നുള്ളതാണ്. നമ്മൾ മനുഷ്യരുടെ ആ ഒരു കണ്ണിൽ നോക്കിക്കാണുന്നതുകൊണ്ട് നമുക്ക് പലതും തെറ്റായിട്ട് തോന്നിയേക്കാം. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും കാരണങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള അർത്ഥങ്ങളും വിശദീകരണങ്ങളും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പൈല് ചൂസ് ചെയ്തവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പൊരുതി മുന്നോട്ട് വന്നിട്ടുള്ളവരാണ്. പൊരുതി ജയിച്ചാലേ നിങ്ങൾക്ക് എന്തെങ്കിലും നേടാൻ കഴിയൂ എന്നുള്ളവരാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ മനസ്സിനെ ആ മുറിവേൽപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കൂ, അതെല്ലാം ലെറ്റ് ഗോ ചെയ്ത് കളഞ്ഞ് മുന്നോട്ട് സധൈര്യം വരൂ എന്നുള്ളതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ തീർച്ചയായിട്ടും കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആ ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ആ പ്രിയപ്പെട്ട വ്യക്തിയുടെ തിരിച്ചു വരവാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന് വീണ്ടും ഒരു ദൃഢതയാണ് കൈവരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവർക്കുള്ള റീഡിങ്.